അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻട്രോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ നേരെ ഇന്ന് ഷൂട്ടിലോട്ട് പോകുന്നേ ഉള്ളൂ. ഭയങ്കര മഴക്കാറൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ ഇൻട്രോ എടുക്കാൻ നിൽക്കുന്നില്ല. ഫസ്റ്റ് ഷൂട്ടിലോട്ട് വേണം പോകാതെ. അടിപൊളി ഒരു പുല്ലൻ ഷൂട്ടാണ്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്തൊക്കെ പറയുന്ന പോലെ ഭയങ്കര പായലാണ് ഇവിടെയല്ല. അടിച്ചു കഴിഞ്ഞാൽ ആ പായലിനകത്ത് കൂടെ വായലും പുല്ലുന്നുണ്ടോ, അതിനകത്ത് കൂടെ എന്നെ വലിച്ചുകൊണ്ട് വരുന്നു. വലിയ പാടാ ഇവിടുത്തെ പരിപാടി. സൈസ് പുല്ലിനെ നോക്കി നമ്മൾ അടിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് അടുത്തൊരു എന്താ അടിപൊളി പുല്ലാണല്ലോ. നമുക്ക് അടുത്തൊരു കരിമീൻ ഷൂട്ടാണ്. അടി കൊണ്ട് മീൻ പാളിപ്പോകുന്നു. സൂം ചെയ്ത് കാണിക്കാതെ ഉണ്ടോ, പാളി പോവുക കരിമീൻ അടി കൊണ്ടിട്ട്. തലയ്ക്ക് അടി ഉണ്ട്, അതുകൊണ്ട് വലിയ ഫൈറ്റൊന്നും ഇല്ലാതെ ആ പുല്ല് മേളിലേക്കുള്ള നൈസായിട്ട് കയറി പോകുന്നു. ഉണ്ടോ, സൂപ്പർ കരിമീനില്ല, സൈസ് കരിമീൻ അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുല്ലൻ ഷൂട്ടിലോട്ട് പോകാം. അടികൊണ്ട് മീൻ നശിക്കും. സൈസ് പുല്ലനാ. കയറ്റുമ്പോൾ കണ്ടോളാം അതിനെ. ഹെവി പുല്ലനാ, ഹെവി. ഇത്രയും വലിയ പുല്ലനാക്കി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അടിക്കാതിരിക്കും. പിന്നെ പുല്ലിനകത്ത് കയറി ഉടക്കി. ലോക്കുള്ള ആളാട്ടായതുകൊണ്ട് ഒരു പോവുകയല്ല, കയറും കയറ്റി. എന്നാ മുതലാന്ന് നോക്കിയത്, എൻ്റെ കൈക്കകത്ത് ഒതുക്കുന്നില്ല അതുപോലത്തെ സാധനം. ഇതൊക്കെ ഒരു 600-700 ഗ്രാം ആണ് കരിക്ക് വെട്ടണം. നമുക്ക് അടുത്ത ഒരു ഷൂട്ടിലോട്ട് പോകാം. സ്ട്രൈക്ക് കിട്ടി. സെലക്ഷൻ ചെയ്ത് അടിക്കുന്നുള്ളൂ കേട്ടോ. മുഴുത്ത പുല്ലിനെ മാത്രമേ അടിക്കുന്നുള്ളൂ. ചെറുതിനെ ഒന്നും നമ്മൾ നോക്കുന്നില്ല, ചെറുതൊക്കെ നിൽപ്പുണ്ട്, അടിക്കുന്നില്ല നമ്മൾ. ഉണ്ടോ ഹെവി സാധനം. അടുത്ത ഒരു ഷൂട്ട് കാണാതെ. ഓക്കെ, അവനെയും കിട്ടി, അവനെയും കിട്ടി. വാ മോനെ, കയറി വാടാ, കയറി വാടാ. ഉണ്ടോ, ഒന്നിനൊന്നും മെച്ച. മോശം പറയാനൊന്നുമില്ല, ഒറ്റ വരണോ. ലാസ്റ്റ് ഞാൻ മീനെ കാണിക്കുന്നുണ്ട്, എന്നാലും കാണാം. നമുക്ക് അടുത്തൊരു ഷൂട്ടിലോട്ട് പോകും. ഇതൊരു കോമഡി ഷൂട്ടാണ്. ഒരു വള്ളം കെട്ടിയിട്ടാക്കുന്ന ആ കാലിൽ നിൽക്കുന്നതുണ്ടോ, ആ കാലിനോട് ചേർന്ന ഒരു പുല്ലൻ നിന്ന്. ഞാൻ ഓർത്ത് പണ്ടാറിളങ്ങാൻ അടിച്ചു കഴിഞ്ഞാൽ കാലെ കൊള്ളുപോകുന്നു. അത് നിങ്ങൾക്ക് ഷൂട്ട് കാണുമ്പോൾ മനസ്സിലാവും. പറ്റ ചേർന്നാ പോകുന്നു.
ആ വള്ളത്തിൻ്റെ ഉടമസ്ഥനൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആ കാലിട്ടങ്ങാൻ ചെന്ന് കൊടുക്കുന്നുണ്ട്, അവർ തലക്കിട്ട് തരും നമ്മളെ. എന്താ ഹെവി 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 സാധനം. നമുക്ക് അടുത്തൊരു ഷൂട്ട് കാണാം. ഇച്ചിരി ലോങ്ങാണ്, നല്ല കാറ്റുമുണ്ട്. അതാ ബ്രൈഡ് പറന്നു പോകുന്നതുകൊണ്ട് അടിക്കുമ്പോൾ ഞാൻ രണ്ട് കൊണ്ടു. അങ്ങനെ അവനെ നമ്മൾ കരയ്ക്ക് കയറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷൂട്ടുകൾ കേട്ടോ. പൈസ പോയി. നമുക്ക് പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണണ്ടേ. ബാ ഉണ്ടോ അടിച്ച് കയറ്റിയപ്പോൾ വേറെ ആയിരിക്കുന്നല്ലേ. എന്താ കിടക്കുന്നത്? ആ മുതലൊക്കെ ആയി കിടക്കുന്നത്. ഹെവി സാധനം. ഒറ്റ ഒരെണ്ണം മാറ്റി നിർത്താനില്ല കേട്ടോ. തിരക്കേടുന്നില്ല. ഇതൊരു 600 ഗ്രാമൊക്കെ കാണുമായിരിക്കും ഈ ഒരെണ്ണം. അതുപോലെ ഹെവി സാധനം. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവരും കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇട്ടേക്കണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫയർ ഫിഷിംഗ് 1977 അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.